ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സോ ഇതാ മംഗലം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ വന്നിട്ട് ബ്ലൂ നൈറ്റ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിന്, പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫുൾ റെഡി ആയിട്ട് പോകുന്നുള്ളത്. അതിന് നല്ല ഉറക്കിലുണ്ടായത് കേട്ടോ. അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത്, കാറിൽ ഇരുന്നിട്ട് തൂങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് കണെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയർ ആക്കുക. അങ്ങനെ ഇതാ നേരെ വിട്ട് അടുത്ത് തന്നെ കേട്ടോ, ഒരു 5 മിനിറ്റ് പോയാൽ മതി, അപ്പോഴത്തേക്ക് എത്തും. ചിലപ്പോൾ ഫുള്ള് സെറ്റായിട്ടുണ്ട്. അതിനിതാ വീണ്ടും ഉറങ്ങാൻ നിൽക്കുന്നുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ ഇക്കാനോട് പറഞ്ഞു, ഇക്ക അതിന് ഈടാക്കിയിട്ട് നമുക്ക് നേരെ പോന്നോ. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു നോട്ടം നോക്കിയിട്ട് എൻ്റെ പഠിച്ചവനെ. പിന്നെ എനിക്ക് ഈ കാലിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നും, എവിടെയെങ്കിലും ഞാൻ ഇരിക്കുമ്പോഴല്ല ഭയങ്കര എനർജിയിലാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്താ പറയുക, ലോങ് എവിടെയെങ്കിലും പോകുമ്പോൾ ഈ എനർജിന് സെയിം എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് രസം ഉണ്ടാവില്ല. ഇതൊരു 5 മിനിറ്റ് ഇരുന്നാൽ മതി, അപ്പോഴത്തേക്ക് ഛർദ്ദിക്കാൻ മുത്തും, തല കറങ്ങാൻ തോന്നും, എന്തെല്ലോ ആവട്ടെ. അപ്പോൾ എനിക്ക് ആ എനർജിയിൽ എവിടെയെങ്കിലും ലോങ് പോകാൻ തോന്നി. പക്ഷെ പോകാൻ പറ്റില്ലല്ലോ, നമുക്കിവിടെ ബ്ലൂ നൈറ്റിൽ അങ്ങനെ നേരെ ഇടെത്തിയിട്ടാകുമ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട്. പന്തൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ സ്റ്റേജ് ഒരു ദിവസം ഒരു സ്റ്റേജ് ഉണ്ടാവും കേട്ടോ. ബ്ലൂ നൈറ്റ് നാളെ ദോളിക്ക് അതിൻ്റെതല്ല. അങ്ങനെ പിള്ളമാരെല്ലാം കുറേ ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ തമ്മീരാറ് കണ്ടെങ്കിൽ നമ്മൾ വിടില്ല. ഞാൻ ജസ്റ്റ് ചെക്കൻ്റെ റൂം കാണിച്ചു തരാം. ഞാനും നേരെ നോക്കിയിട്ടാണ്. എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ സെറ്റായതേ ഉള്ളൂ. അങ്ങനെ നേരെ കയറി, എങ്ങനെയുണ്ട്, നല്ല രസമില്ല. അങ്ങനെ ഇനി നേരെ കിച്ചണിൽ കയറി നോക്കാം, എല്ലാവരും എന്താക്കുന്നുണ്ടെന്ന് നോക്കാമല്ലോ. അത് ചീടനുണ്ട് കേട്ടോ, ബാക്കിയുള്ളവർ ഭയങ്കര ബിസിലുള്ളത്. സോ അവിടെ നിന്ന് ഞാൻ എല്ലാം മുങ്ങിയിട്ടാ. അങ്ങനെ നേരെ പുറത്ത് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ റൂമിൽ ഇക്കാനെ കാണുന്നത്. ഇക്കാനെ കാണുമ്പോൾ ബേജാറുന്നത് ഒരേ ഒരു കാര്യത്തിന്, ഇക്കാനൊക്കെ മാത്രമേ പോകുന്നുണ്ടായത്. ഇക്കാനെ ഇങ്ങനെ ഇരിക്കാനും നിൽക്കാൻ പെടുന്നുണ്ടായിട്ടാ. പിന്നെ വീണ്ടും മിരാറ്. പിന്നെ ഉള്ള ഒരേ ഒരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, ഇവിടുത്തെ മക്കൾസിൻ്റെ പേര് കുറേ മക്കളുണ്ടായത് കൊണ്ട് എല്ലാവരും അറിയാം, പക്ഷേ പേരൊന്നും നമുക്ക് നേരെ അറിയില്ല കേട്ടാ. എന്താ വെച്ചെങ്കിൽ ഒന്നിനെ വിളിക്കുമ്പോഴേക്കും പിന്നൊന്ന് വരുന്നത്, പിന്നൊന്ന് വിളിക്കുമ്പോൾ മറ്റത് വരുന്നത്. അപ്പോഴത്തേക്ക് ഏത് കുഞ്ഞിൻ്റെ പേര് മറ്റേ കുഞ്ഞിൻ്റെ ഒക്കെ വിളിക്കും. ഫുൾ കൺഫ്യൂഷൻ ഉള്ളത് മാത്രം ഈ കുഞ്ഞുങ്ങളുടെ പേര്. പിന്നെ എന്താ പറയല്ലേ, ഇപ്പം മാക്സിമം ഈ മംഗലത്തിൻ്റെ കൊണ്ട് കുറച്ച് ആൾക്കാരെ പേര് പഠിച്ചിട്ടാ. പിന്നെ അതാ നേരെ റൂമിൽ വന്നിട്ടാകുമ്പോൾ എല്ലാവരും ഭയങ്കര ബിസിൽ. എന്താ വെച്ചെങ്കിൽ കപ്പാട്ടിയിൽ പുതിയ അപ്ലൈൻ്റെ ഡ്രസ്സെല്ലാം മടക്കി വെക്കുന്നില്ലത് എനിക്കും തന്നിട്ടാ. ഞാൻ ഗ്യാപ്പിൽ 4 പാൻറ്റ് മടക്കിയിട്ട് ഞാനത് മുങ്ങി. അങ്ങനെ അതാ ചെക്കനെ കാണേണ്ടത് ഇതാണ് കേട്ടോ നമ്മളെ ചെക്കന്. അങ്ങനെ എന്നെ ഒരു പൊളിക്കും നമ്മൾ മംഗല. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ബ്ലൂ നൈറ്റ് മാക്സിമം എൻജോയ് ആക്കിന് കേട്ടോ, എത്ര പറ്റും അത്ര. ഫസ്റ്റ് അത്ര ഒന്ന് പോയ പാടെ എല്ലാവരും ഒരു മൂലൊക്കെ ഉണ്ടായത് കൊണ്ട് എല്ലാവരും ബോറായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പിള്ളമാരെല്ലാം സ്റ്റേജിൽ കയറി നമ്മൾ ഇങ്ങനെ പിള്ളമാരെ ഡാൻസെല്ലാം കണ്ട് ഞാൻ ഇക്കാടെ ഇരുന്നിട്ട് പിള്ളമാരെ ഡാൻസ് കണ്ടുകൊണ്ടുണ്ടായിന് കേട്ടാ. പിന്നെ എന്താ പറയല്ലേ, പിന്നെ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റണ്ട, ഇങ്ങനെ തന്നാലെ തുള്ളിക്കൊള്ളും. അങ്ങനെ മാക്സിമം പിടിച്ച് നിന്ന് പിന്നെ പറ്റിയിട്ടാണ്. പിന്നെ സ്റ്റേജിൻ്റെ ഒരു സൈഡ് മൂലക്ക് നിന്നിട്ട് തുള്ളാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ആയാനു അമ്മി നീ ഡാൻസ് കളിക്കണം, നീ പോയി അവിടെ ഇരുന്ന് ഇച്ച കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓനെ ഒരു സ്റ്റെപ്പ് ഇട്ട് നമ്മൾ ആടുന്ന് സ്റ്റാർട്ടാക്കിയിട്ടാ. പിന്നെ ഒന്നും നോക്കിയിട്ടാ പിള്ളമാരെ ആയാക്കിയിട്ട് നമ്മൾ തുള്ളാൻ തുടങ്ങി. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കനെ കിട്ടി. പിന്നെ ചെക്കനെ പിടിച്ചിരുന്നിട്ട് ആളെ കുറച്ച് നേരം ഡാൻസ് കളിച്ചിട്ടാ. മാക്സിമം നമ്മൾ ഉണ്ടല്ല സ്റ്റേജ് പൊടിയാക്കിന് അത്രയും എൻജോയ് ചെയ്തിന് കേട്ടാ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈടെ കാര്യമായിട്ട് ആണെങ്കിൽ ചർച്ചയിലുണ്ട്. ഞാൻ കുറേ നേരം ചിന്തിച്ച് എന്തായിരിക്കും എന്ന്. എനിക്കൊന്ന് കത്താത്തോണ്ട് ഞാൻ കുറച്ച് പുട്ടിയെല്ലാം ഇട്ടിട്ട് വന്നിട്ടാ. തുള്ളിയതല്ല ഫുള്ള് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കണിക്ക് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ പുട്ടി മസ്റ്റാണല്ലോ. അങ്ങനെ പോയിട്ട് കുറച്ച് ടച്ചപ്പെല്ലാം ആക്കിയിട്ട് വന്നിട്ട് ഇരുന്ന് സൈഡിൽ വന്നത് എൻ്റെ നാത്തോണ്ട് കേട്ടോ. പിന്നെ അന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ, എന്തായിരിക്കും അവർ ആടാക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടാ. സത്യം പറഞ്ഞാൽ അവർ എന്തിയാക്കുന്നത് മനസ്സിലായിട്ടാ. കുറച്ച് നേരം ഇരുന്നിട്ട് നോക്കുമ്പോൾ അത് മനസ്സിലായത് നമ്മൾ ടീപ്പായി ഉണ്ടല്ലോ, അതായത് കേക്ക് വെക്കേണ്ട സെറ്റപ്പ് അവർ സെറ്റാക്കുന്നില്ല. ടീപ്പായി വെച്ച് അങ്ങനെ ഇരിക്കേണ്ട സെറ്റപ്പ് എല്ലാം ആക്കുന്നില്ലത്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ശേഷം ആണെങ്കിൽ ഫുള്ള് സെറ്റാക്കിയിട്ട് വെച്ചിട്ടാ. പിന്നെ കേക്ക് മുറിക്കാനുണ്ട്, ഫോട്ടോസ് എടുക്കാനുണ്ട്, തുള്ളാനുണ്ട്, കളിക്കാനുണ്ട്, എന്തെല്ലോ പണിയുണ്ട്. എന്താ പറയല്. അങ്ങനെ ഇതാ കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇനി എന്താ പറയല് പുതിയാപ്പിള തന്നെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് പിന്നെ എന്താ പറയല് ചെക്കനെ എൻട്രി കൊടുക്കുന്നത് കേട്ടോ നമ്മൾ. അങ്ങനെ ഇനി അതിനിടയിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഒരു തുള്ളി എൻ്റെ പഠിച്ചോനെ. എനിക്കുണ്ടല്ല ഇതിൽ നമുക്ക് സോങ് കൊടുക്കാൻ പറ്റുന്നില്ല. സോങ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പോനെ അത്രയും അടിപൊളി ഉണ്ടായ വീഡിയോസ് ഉണ്ട് കേട്ടോ. മാക്സിമം എൻജോയ് ചെയ്തിരുന്നത്. എൻ്റെ ഇക്കാൻ്റെ കായനെ വിട്ടിട്ട് പോകുന്നില്ല കേട്ടോ. എന്താ പറയുക ഇക്കാനൊക്കെ തന്നെ ഉണ്ടായിന്. പിന്നെ അതിൻ്റെ കുറച്ച് നേരം പാട്ടുണ്ടായിരുന്നു, ഞാൻ കേൾപ്പിച്ച് തരാം. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആക്കാം. മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻ്റ് ആക്കാം.
എങ്ങനെയുണ്ടായിനി? അടിപൊളിയല്ലേ? അങ്ങനെ ഇതാ എൻ്റെ ഇക്കാനെ കുറച്ച് പട്ടിഷോ കഴിഞ്ഞ പിന്നെ ഇനി കുറേ തുള്ളിയൊക്കെ പിന്നെ ഇനി തുള്ളൻ ബാക്കിയുണ്ടല്ലോ, അങ്ങനെ വയറ്റിലേക്ക് എന്തെങ്കിലും കയറ്റാന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിൽ പോയി. ഞാൻ ഈ നെയ്ച്ചോറും സാമ്പാറും എടുത്തിട്ടുള്ളത് കേട്ടോ, ബാക്കിയുള്ളൊരു കോഴിക്കറിയെല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റില്ല ഗൈസ്, കോഴി ഇറച്ചിയൊന്നും എൻ്റെ കൂടെ തിന്നാൻ പറ്റിയില്ല. അതുകൊണ്ട് സാമ്പാറും നെയ്ച്ചോറ് അടിച്ചിട്ട് വന്നിട്ട് ഇതാ സ്റ്റേജിനടുത്തിട്ട് വന്നിട്ടുണ്ട്. സ്റ്റേജിനടുത്ത് വന്നിട്ടാകുമ്പോൾ എല്ലാവരും സ്റ്റേജിലുണ്ട് കേട്ടോ, പിള്ളമാരെ. ഇനിയാണ് കേട്ടോ ശരിക്കുള്ള പരിപാടി നടന്നത്. അങ്ങനെ ദാ ഇറ്റ്സ് ഷുഹൈൽ ബ്ലൂ നൈറ്റ്, അങ്ങനെ അതാ തുടങ്ങി ഗൈസ് സെക്കൻഡ് എൻട്രി. എനിക്കിതിന് സോങ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര എൻജോയ് ആയിട്ട് നോക്കായിരുന്നു. അങ്ങനെ കുറച്ച് എന്താ പറയുക ഇങ്ങനെ നോക്കിക്കോട്ടാ എന്ന് വെച്ചെങ്കിൽ ഈ സോങ് കൊടുക്കാൻ പറ്റില്ല ഗൈസ്, കോപ്പി റേറ്റ് വരും. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിന്. അതായത് പിള്ളമാരും എല്ലാവരും, അതായത് പിള്ളമാരും മാത്രമല്ല വലിയവർ ചെറിയവരും എല്ലാവരും മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തിന്. പിന്നെ നമ്മളെക്കാൾ വൈബ് ഉണ്ടായത് നമ്മളെ ചെക്കനായിട്ടാ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ആക്കിയിട്ട് ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഒരു 12-1 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നേരെ നാളത്തെ പരിപാടിന് വരണം. അപ്പം നാളെ തോൽക്കിയുണ്ട്, അപ്പം മറക്കാതെ കണ്ടോക്കാട്ടോ. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ